പ്രഭാത പ്രാർത്ഥന. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 27-ാം തിരുവചനം. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കുവാനും നിത്യസത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കുവാനും ദർശനങ്ങളും അടയാളങ്ങളും ദാനമായി നൽകുന്ന തമ്പുരാനെ, ഒരിക്കൽ കൂടെ അടയാളങ്ങളും ദർശനങ്ങളും ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ ഒരു പുതിയ ദിനം ദാനമായി നൽകിയ അങ്ങേ കൃപാമാരിയെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു. ദർശനങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അങ്ങേ അത്ഭുതങ്ങൾ ഗ്രഹിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യത്യസ്തങ്ങളായ ജീവിത ദൗത്യങ്ങൾ നിർവഹിച്ച് സ്വർഗോന്മുഖമായി ചരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം മറ്റുള്ള ഒരാൾക്ക് പോലും ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ തക്കവിധം ജീവിതം രൂപപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങേ മഹത്വത്താലാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നതെന്ന് സങ്കീർത്തകനെപ്പോൾ ഉദ്ഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ചെയ്തതുപോലെ ആർക്കും ഒരിക്കലും ഞങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമായി തീരാതെ സ്വർഗത്തിലേക്ക് ഒരു പടി കൂടി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ ഏവുപ്ലൂസ്. ലോകത്തിൻ്റെ സകല സുഖങ്ങൾക്കും പകരമായി അങ്ങേ അരൂപിയുടെ വിശിഷ്ടമായ ദിവ്യശ്വാസം എനിക്ക് നൽകണമേ. ജഡമോഹത്തിന് പകരം അങ്ങേ തീരുമാനത്തിനോടുള്ള സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ.